आइटम नंबर 1 श्रीमती निर्मला सीतारमण वित्त मंत्री। बजट के बाद राज्यपाल अभिभाषण में आपको पर्याप्त अवसर दूंगा। 526. This budget continues our government's efforts to A. Accelerate growth, B. Secure inclusive development, C. Invigorate private sector investments, D. Uplift household sentiments, and E. Enhance spending power of India's rising middle class. ജനങ്ങളുടെ ശബ്ദത്തോടുള്ള പ്രതികരണമായിരുന്നു ബജറ്റ്. ആദായനികുതി ഇളവ് ഉയർത്തിക്കാട്ടി ധനമന്ത്രി. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് ജനങ്ങളുടെ ശബ്ദത്തോടുള്ള പ്രതികരണമായിരുന്നുവെന്ന് ധനമന്ത്രി നിർമ്മൽ സീതാരാമൻ പോസ്റ്റ് ബജറ്റ് സെഷനിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ധനമന്ത്രിയുടെ പ്രതികരണം. ബജറ്റിലെ ആദായനികുതി ഇളവ് ചൂണ്ടിക്കാട്ടിയാണ് നിർമ്മല സീതാരാമൻ ഇക്കാര്യം എടുത്തു പറഞ്ഞത്. ഇത്തവണ ബജറ്റിൽ 12 ലക്ഷം വരെ വരുമാനം ഉള്ളവർക്ക് നികുതി ഇളവ് നൽകിയിരുന്നു. 1 കോടിയിൽ അധികം വരുന്ന ആളുകൾ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാകുമെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. 2025 കുറയ്ക്കുക 26-ലെ കേന്ദ്ര ബജറ്റിൽ റിബേറ്റ് 12 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചതിനാൽ 1 കോടി ആളുകൾ കൂടി ആദായനികുതി നൽകേണ്ടതില്ലെന്നായിരുന്നു നിർമ്മല സീതാരാമൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. നരേന്ദ്രമോദി സർക്കാർ ജനങ്ങളുടെ ആവശ്യങ്ങളോട് പെട്ടെന്ന് തന്നെ പ്രതികരിക്കുമെന്നും ധനമന്ത്രി എടുത്തു പറഞ്ഞു. ഞാൻ തീർച്ചയായും എടുത്തുകാട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ജനങ്ങളുടെ ശബ്ദത്തോട് പ്രതികരിക്കുക എന്നതാണ്. അതാണ് പ്രധാനമന്ത്രി മോദിയുടെ ഭരണത്തിൽ പ്രധാനപ്പെട്ട കാര്യം. വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന സർക്കാരാണിത്, അവർ പറഞ്ഞു. ഇതിന്റെ ഫലമായാണ് നികുതി പരിഷ്കാരമെന്നും അവർ ചൂണ്ടിക്കാട്ടി. ജൂലൈയിൽ ഞാൻ പ്രഖ്യാപിച്ച ആദായനികുതി ലളിതവൽക്കരണത്തിന്റെ ജോലികൾ ഇതിനകം പൂർത്തിയായി. അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ ബില്ല് കൊണ്ടുവരും, അവർ ചൂണ്ടിക്കാട്ടി. പുതിയ ആദായനികുതി ബിൽ അടുത്ത ആഴ്ച അവതരിപ്പിക്കുമെന്ന് ധനമന്ത്രി നേരത്തെ ബജറ്റിനിടെ പ്രഖ്യാപിച്ചിരുന്നു. നമ്മൾ നികുതി ഉൾപ്പെടെയുള്ള പരിഷ്കാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ ജോലികൾ പൂർത്തിയായി. ഈ ബജറ്റ് യുക്തിസഹീകരണത്തെക്കുറിച്ചും കീഴ്വഴക്കങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. താരിഫുകൾ കുറയ്ക്കുന്നു, താരിഫുകൾ കൂടുതൽ ലളിതമാക്കുന്നു. ധനമന്ത്രി ബജറ്റ് അവതരണം കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിടും മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര ബജറ്റിനെ പ്രശംസിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാനും പ്രമുഖ വ്യവസായിയുമായ എം.എ. യൂസഫലി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് ഇടത്തരക്കാരായ ജനങ്ങളുടെ കൈവശം കൂടുതൽ പണം എത്തുന്നതിനും സാധാരണക്കാർക്ക് സാമ്പത്തിക നേട്ടം നൽകുന്നതാണെന്നും യൂസഫലി ചൂണ്ടിക്കാട്ടി. കൂടാതെ ആദായ നികുതി ഇളവ് പ്രഖ്യാപിച്ചതിലൂടെ ഉപഭോക്തൃ വിപണി സജീവമാകുന്നതിനും ബജറ്റ് വഴിയായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന ബജറ്റാണ് ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചെറുകിട ഇടത്തരം സംരംഭകർക്കും സ്റ്റാർട്ടപ്പ് മേഖലയ്ക്കും കൂടുതൽ അവസരങ്ങൾ തുറക്കുന്നതാണ് ഇത്തവണത്തെ ബജറ്റ്. പ്രാദേശിക ഉത്പാദനം വർദ്ധിക്കുന്നതിനും പുതിയ പ്രഖ്യാപനങ്ങൾ വഴിയായിരിക്കും. വനിതാ സംരംഭകർക്കും കർഷകർക്കും മികച്ച പിന്തുണ നൽകുന്നത് കൂടിയാണ് കേന്ദ്ര ബജറ്റ്, അദ്ദേഹം പറയുന്നു. കയറ്റുമതി പ്രോത്സാഹന മിഷൻ പ്രഖ്യാപനം രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയിൽ പുതിയ ഊർജം കൊണ്ടുവരും. കളിപ്പാട്ട മേഖലയെ ഗ്ലോബൽ ഹബ്ബ് ആക്കുമെന്ന പ്രഖ്യാപനം തദ്ദേശീയ കളിപ്പാട്ട നിർമ്മാണ മേഖലയെ കൂടുതൽ വൈവിധ്യവത്കരിക്കുന്നതിനും കൂടുതൽ നിക്ഷേപമെത്തുന്നതിനും സഹായിക്കുമെന്നും യൂസഫലി പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യത്ത് നിക്ഷേപവും തൊഴിലവസരങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ പിന്തുണ നൽകുന്ന പ്രവാസി ഇന്ത്യക്കാർക്ക് ലളിതമായ നികുതി വ്യവസ്ഥകൾ ബജറ്റിൽ നടപ്പിലാക്കുന്നതും സ്വാഗതാർഹമാണ്. 2030 ആകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തി ആകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് വേഗത പകരുന്നതാണ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ, എം.എ. യൂസഫലി കൂട്ടിച്ചേർത്തു. അതേസമയം കേന്ദ്ര ബജറ്റ് പ്രതീക്ഷ നൽകുന്നതാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും വ്യക്തമാക്കി. CI കൊച്ചിയിൽ സംഘടിപ്പിച്ച മാധ്യമപ്രവർത്തകരുമായുള്ള സംവാദത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കൃഷി, MSME, സ്റ്റാർട്ടപ്പുകൾ,
നവീകരണം, നിക്ഷേപം തുടങ്ങിയ മേഖലകൾക്ക് ബജറ്റിൽ നൽകിയ പ്രാധാന്യം സിഐ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. 1. Enhance agricultural productivity. 2. Adopt crop diversification and sustainable agricultural practices. 3. Augment post-harvest storage at the panchayat and block level. 4. Improve irrigation facilities. And 5. Facilitate availability of long-term and short-term credit. This program is likely to help 1.7 crore farmers. Building rural prosperity and resilience. A comprehensive multi-sectoral rural prosperity and resilience program will be launched in partnership with the states. This will address underemployment in agriculture through skilling, investment, technology, and invigorating the rural economy. The goal is to generate ample opportunities in rural areas so that migration is an option but not a necessity.